ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം തീർന്ന ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇതിൽ നമുക്ക് വുളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മളിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ അതിലേക്കൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം നമുക്കിതിൽ വുളൻ ത്രെഡ് ഒന്ന് ചുറ്റിയെടുക്കണം. ഇതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി ഇവിടെ നിന്നാണ് നമ്മൾ വുളൻ ത്രെഡ് ചുറ്റിയെടുക്കുന്നത്. വുളൻ ത്രെഡ് ചുറ്റിയെടുക്കാത്ത ആ ഒരു ഭാഗമാണ് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളത്. ഇതുപോലെ നമ്മളത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെയാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ആ ബോട്ടിലിൽ വുളൻ ത്രെഡ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും കൂടെ വുളൻ ത്രെഡ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമ്മൾ ഇതിവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു കളറാണ് അതിലേക്ക് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മുഴുവനായും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള പൂക്കൾ ചെയ്തെടുക്കണം. പൂക്കളും നമ്മൾ വുളൻ ത്രെഡ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. വുളൻ ത്രെഡ് നമ്മൾ വിരലിൽ ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. നടുക്ക് കെട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള പൂക്കളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ ഫോം ഷീറ്റിൽ നിന്നാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും ഇലയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളും ഇലകളും എല്ലാം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പൂക്കളെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇലകൾ കൂടെ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ പൂക്കളും ഇലകളും എല്ലാം അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാൻ? അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ബോട്ടിലുകളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിതിൽ വുളൻ ത്രെഡ് കൊണ്ട് തന്നെയാണ് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് കളർ പേപ്പർ കൊണ്ട് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാക്കി എടുത്ത് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.